നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന പുതിയ നീക്കം ആഗോള വിപണിയെ തന്നെ ചൂടുപിടിപ്പിക്കുകയാണ്. ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചതിന് പിന്നാലെ എണ്ണവില കുതിച്ചുയരുന്നു. ഇറാന്റെ വരവ് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വില കുതിപ്പ്. എന്തിനാണ് ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയത് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ആഗോള ചരക്ക് പാതയുടെ 12% ചെങ്കടലിലൂടെയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യമനിലെ ഷിയ വിഭാഗമായ ഹൂതികൾ ചെങ്കടലിൽ ഉപരോധ നീക്കം നടത്തിയിരുന്നു. ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്നായിരുന്നു അവരുടെ ഭീഷണി. തൊട്ടു പിന്നാലെ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഹൂതികളെ നേരിടാൻ ചെങ്കടലിൽ അമേരിക്ക യുദ്ധക്കപ്പൽ ഇറക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഹൂതികളുടെ ബോട്ടുകൾ ആക്രമിച്ച് 10 വിമതരെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തി. ഇതോടെ ഏത് സമയവും ഹൂതികളുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇറാന്റെ വരവ്. ഇറാന്റെ അൽബോസ് യുദ്ധക്കപ്പലാണ് ബാബുൽ മന്ദിബ് ഇടനാഴി വഴി ചെങ്കടലിൽ പ്രവേശിച്ചത്. അമേരിക്കൻ സൈന്യവും ഇറാന്റെ സൈന്യവും കടലിൽ നേർക്കുനേർ വരുന്നത് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. ഇതോടെയാണ് എണ്ണ ചരക്ക് കടത്ത് വരും ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കുമെന്ന വാർത്തകൾ. ഇതാണ് എണ്ണവില ഉയരാൻ ഇടയാക്കിയത്. ബ്രന്റ് ക്രൂഡിന് അമേരിക്കയുടെ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിനും 2.5% വില കൂടി. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഇപ്പോൾ $78.97 ഇന്റർമീഡിയറ്റിനും $73.43 എത്തി വില. എന്തിനാണ് ഇറാന്റെ കപ്പൽ എത്തിയതെന്ന് വ്യക്തമല്ല. കപ്പലിന്റെ ചെങ്കടലിലെ ദൗത്യം സംബന്ധിച്ച് ഇറാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇതാണ് ദുരൂഹതയ്ക്ക് കാരണം. അമേരിക്കൻ സൈന്യം ഹൂതികൾ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാനാണോ ഇറാന്റെ ശ്രമം? അമേരിക്കയെ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണോ ലക്ഷ്യം? തുടങ്ങിയ സംശയങ്ങളാണ് ഉയരുന്നത്. ഹൂതികളുടെ ആക്രമണത്തിൽ ഭയന്ന് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വളഞ്ഞ വഴിക്കാണ് ഈ കപ്പലുകളുടെ യാത്ര. ശേഷം ജിംബ്രാൾട്ടർ കടലിടുക്ക് വഴി മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിച്ച് ഇസ്രായേലിലേക്ക് വരികയാണ്. ഇതാകട്ടെ വലിയ ചിലവേറിയ യാത്രയാണ്. ഇസ്രായേലിനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഹൂതികളുടെ നീക്കം. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ വിന്യസിച്ചിരുന്ന കരസേനയെ പിൻവലിക്കുകയാണ് ഇസ്രായേൽ. എന്താണ് പിന്മാറ്റത്തിന് കാരണം എന്ന് വ്യക്തമല്ല. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം കണ്ടിട്ടില്ല. അതേസമയം ഗാസയിൽ വ്യോമാക്രമണം തുടരുന്നുമുണ്ട്.